വയനാടിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ കോൺഗ്രസ് നൽകിയ വാഗ്ദാനം യാഥാർത്ഥ്യമാകുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കോൺഗ്രസ് വിഭാവനം ചെയ്ത ഭവന പദ്ധതിയുടെ നിർണായക ഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. അശരണരായവർക്ക് തണലൊരുക്കാൻ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ കുന്നംപറ്റയിൽ കണ്ടെത്തിയ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ആത്മവിശ്വാസത്തോടെ മടങ്ങിവരാൻ ഒരു തുണ്ടു ഭൂമിയും അടച്ചുറപ്പുള്ള വീടും എന്ന സ്വപ്നത്തിലേക്കാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. ദേശീയപാതയിൽ നിന്നും വെറും 300 മീറ്റർ മാത്രം ദൂരത്തുള്ള മനോഹരമായ ഈ ഭൂമിയിൽ ഇതിനകം തന്നെ പ്രാഥമിക ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. 3.25 ഏക്കറോളം വരുന്ന ഈ ഭൂമിയിൽ നിലവിലുള്ള പഴയ കാപ്പിച്ചെടികൾ വെട്ടിമാറ്റി സ്ഥലമൊരുക്കുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളും എഞ്ചിനീയറിംഗ് വിദഗ്ധരും നേരിട്ടെത്തിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഒരു യുണീക് മോഡൽ ടൗൺഷിപ്പാണ് ഇവിടെ ഉയരാൻ പോകുന്നത്. കേവലം വീടുകൾ നിർമ്മിക്കുക എന്നതിനപ്പുറം എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഒരു മാതൃകാ ഗ്രാമമാണ് കോൺഗ്രസ് ഇവിടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി എൻവയോൺമെന്റൽ എഞ്ചിനീയർമാരും ഹൈഡ്രോ ജിയോളജിസ്റ്റുകളും അടങ്ങുന്ന വിദഗ്ധ സംഘം വരും ദിവസങ്ങളിൽ കുന്നംപറ്റയിലെത്തും. പ്രദേശത്തെ നീരൊഴുക്ക്, മണ്ണിന്റെ ഘടന, പാരിസ്ഥിതിക പ്രത്യേകതകൾ എന്നിവ കൃത്യമായി പഠിച്ച ശേഷമായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക. സുരക്ഷിതത്വത്തിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള ശാസ്ത്രീയമായ രീതിയിലായിരിക്കും ഈ ഭവന പദ്ധതി പൂർത്തിയാക്കുകയെന്ന് ടി സിദ്ദിഖ് MLA വ്യക്തമാക്കിയിട്ടുണ്ട്. DCC പ്രസിഡന്റും ടി സിദ്ദിഖ് MLAയും ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ സ്ഥലം സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഇതൊരു രാഷ്ട്രീയ പദ്ധതിയല്ല, മറിച്ച് കോൺഗ്രസിന്റെ അഭിമാന പദ്ധതിയാണെന്നും രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മാതൃകാപരമായ പുനരധിവാസ പ്രവർത്തനമായിരിക്കും ഇവിടെ നടക്കുകയെന്നുമാണ് നേതാക്കൾ നൽകുന്ന ഉറപ്പ്. ആദ്യം വീടുകളും തുടർന്ന് മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുന്ന രീതിയിലാണ് പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. സ്വകാര്യ വ്യക്തിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ ഈ ഭൂമിക്ക് ചുറ്റും നിരവധി വീടുകളും റിസോർട്ടുകളും നിലവിലുണ്ട് എന്നത് ഈ പ്രദേശത്തിന്റെ താമസയോഗ്യതയും സുരക്ഷിതത്വവും അടിവരയിടുന്നു. ഇത് തുടക്കം മാത്രമാണ്. അർഹരായ എല്ലാ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മറ്റ് 2 സ്ഥലങ്ങൾ കൂടി ഏറ്റെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ദുരന്തം തകർത്തെറിഞ്ഞ ഒരു ജനതയെ ചേർത്ത് പിടിക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുകയാണ് വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം. എത്രയും വേഗം സ്ഥലമൊരുക്കി തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പാർട്ടി പ്രവർത്തകർ. വയനാടിന്റെ പുനർജന്മത്തിനായുള്ള ഈ യാത്രയിൽ കുന്നംപറ്റയിലെ ഈ 3.25 ഏക്കർ ഭൂമി പുതിയൊരു പ്രതീക്ഷയുടെ അടയാളമായി മാറുകയാണ്. സ്ഥലത്തെ ദൃശ്യങ്ങളും ഒപ്പം ടി സിദ്ദിഖ് MLAയുടെ വാക്കുകളും കൂടി ചേർക്കുന്നു. ഇതൊരു യുണീക്ക് മോഡലായിരിക്കും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുക. വരുന്ന വെള്ളി ശനി ദിവസങ്ങളിലായിട്ട് എൻവയറമെന്റൽ എഞ്ചിനീയേഴ്സും അതിന്റെ മേഖലയിലുള്ള എഞ്ചിനീയറിംഗ് ടീമും അതുപോലെ ഹൈഡ്രോ ജിയോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള ടീം, അതിന്റെ നീരൊഴുക്ക്, മണ്ണിന്റെ ഘടന ഉൾപ്പെടെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടീം എത്തുന്നുണ്ട്. ഇന്ന് ലേഔട്ട് ഡിസൈനിങ് ഉള്ള എഞ്ചിനീയറിംഗ് ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് 2 സ്ഥലങ്ങൾ കൂടെ എടുക്കാനുള്ള നടപടിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും നന്നായി മുന്നോട്ട് പോകുന്നു. വളരെ ആശ്വാസത എനിക്ക് ഇപ്പോൾ സത്യത്തിൽ ഇവിടെ ഈ റീഹാബിലിറ്റേഷൻ നടക്കുന്ന ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്, അന്നത്തെ നമ്മുടെ ദുരന്തം നടന്ന സമയത്ത് ദുരന്തബാധിതരായ ആളുകളുടെ ആശുപത്രികളിലെ, അതുപോലെ മോർച്ചറിക്ക് സമീപം നിൽക്കുന്ന, അതുപോലെ നമ്മുടെ റിലീഫ് ക്യാമ്പിൽ നിൽക്കുന്ന ആളുകളുടെ മുഖഭാവമാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത്. അവരെ ഏതൊക്കെ തരത്തിൽ അവരുടെ വീടുകൾ സന്ദർശിച്ച സമയമുണ്ട്, അവരൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട്, അതൊക്കെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് അഭിമാനത്തോടു കൂടി തല ഉയർത്തി സുരക്ഷിതമായി മുന്നോട്ട് പോകാനുള്ള ഇടമൊരുക്കുക എന്ന ഉത്തരവാദിത്തം ഔദ്യോഗികമായി കോൺഗ്രസ് പാർട്ടി അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് പൂർണ്ണതയിൽ എത്തും. അത് സാങ്കേതിക ശാസ്ത്രീയ അവലംബത്തോടുകൂടി യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് പൂർത്തീകരിക്കാനുള്ള നടപടികളാണ്